നാളെ ഞാൻ നാട്ടിൽ പോവാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതാട്ടോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാനിത് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വെച്ച്, പക്ഷേ ഇത് നല്ലപോലെ ലോങ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ പോണതിൻ്റെ തലേ ദിവസം ഞാൻ പാക്ക് ചെയ്യാം കേട്ടോ. ചില സമയത്ത് എനിക്ക് പാക്ക് ചെയ്യാൻ ടൈം കിട്ടാറില്ല, മീൻസ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് പാക്ക് ചെയ്ത് വീഡിയോ ആക്കാൻ വെച്ചു. അപ്പം ഞാൻ ഷെൽഫിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ സമയത്താണ് ഞാൻ പാക്ക് ചെയ്യണത്, പിറ്റേ ദിവസമാണ് ഞാൻ പോണത്. അപ്പോൾ എനിക്ക് അധികം ഡ്രസ്സും കാര്യങ്ങളും നാട്ടിലേക്ക് കൊണ്ടുപോകാണ്ടായിരുന്നു അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാഗൊക്കെ സെറ്റാക്കി അവിടെ വെച്ചു. ദെൻ ഇതൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ചുരുട്ടിയിട്ടാണ് വെക്കാറ്, കാരണം കുറച്ച് സ്പേസ് ഉണ്ടാവും. ഞാൻ അങ്ങനെ വെക്കാറ്. നിങ്ങളൊക്കെ എങ്ങനെ വെക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ഷർട്ട്സും പാൻറ്റും അതൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോന്നോരോന്നായി പെറുക്കി വെക്കേണ്ടത്. പിന്നെ ഷോള് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ചുരുട്ടിയിട്ടാണ് വെക്കുക, കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ ബാഗ് ചെറിയ ബാഗാട്ടോ, അപ്പം ഞാൻ അങ്ങനെ ചുരുട്ടിയിട്ടാണ് വെക്കാറ്. പിന്നെ ഇത് പർദ്ദയാട്ടോ. അപ്പം ഞാൻ ഇത് എത്നിക് ഡേ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വാങ്ങിയതാണ്. അപ്പം ഞാൻ അത് തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. നമ്മുടെ എത്നിക് ഡേ ക്യാൻസലായി, പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതും ഞാൻ നാട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഈ രണ്ട് ഇതും. പിന്നെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനാണ് ഞാൻ മെയിനായിട്ട് പോണത്. അപ്പം ഞാൻ എന്തായാലും ഹീൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ കൊടുത്തയക്കാം കേട്ടോ. അപ്പോൾ അതും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം കൊണ്ടുപോകാൻ മറക്കരുതല്ലോ, സ്കിൻ കെയർ. അപ്പോൾ ഞാൻ അത് ഒരു ബാഗിലാക്കി, സ്കിൻ കെയർ ഞാനൊരു ബാഗിലാക്കി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത്ര മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടുപോകാറില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും മാത്രമേ കൊണ്ടുപോകാറുള്ളൂ, പിന്നെ സ്കിൻ കെയറും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കൊണ്ടുപോകാൻ വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ തന്നെ. ഇതിൽ ഫുള്ളായിട്ട് ഈ ഒരു ബ്ലാക്ക് ബാഗിൽ ഫുള്ളായി. അപ്പോൾ ഞാൻ എൻ്റെ വലിയ ബാഗിൽ ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇട്ട് കുത്തി നിറയ്ക്കട്ടോ. ഇപ്പം തന്നെ എൻ്റെ ബാഗ് അത്യാവശ്യം കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബാഗിൽ നിന്ന് പകുതി എടുത്തിട്ട് മറ്റേ ബാഗിലേക്ക് ഇട്ടു. ദെൻ അത് കഴിഞ്ഞിട്ട് ആ ബാഗ് കംപ്ലീറ്റ് ആയി. ഈ വൈറ്റ് ബാഗിൽ നമ്മൾ മീൻസ് പോകുമ്പോൾ നമ്മൾ എടുക്കണ ബാഗ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇട്ടു. ലിപ്സ്റ്റിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇടണമല്ലോ, അപ്പോൾ ലിപ്സ്റ്റിക്കും പിന്നെ മോയ്സ്ചറൈസറും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ATM കാർഡ്, അങ്ങനെ കുറച്ച് നമുക്കപ്പം അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ബാഗിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ UTI ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു, അതും എടുത്തു. എനിക്ക് ഇടയ്ക്കിടയ്ക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പം UTI വരും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ടാബ്ലറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. മാസ്കും കാര്യങ്ങളൊക്കെ നെപ്പൊക്കെയാണല്ലോ നാട്ടിൽ, അപ്പോൾ ഞാൻ മാസ്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പോകുമ്പോൾ ഇടുന്ന ഒരു ബാഗ്. ബാക്കി നമ്മൾ ഈ ബാഗിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടിട്ട്, അപ്പോൾ എല്ലാം ഞാൻ ബാഗിലേക്ക് വെച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രൗണി ആട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന ബ്രൗണിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗണി. ഒന്നിന് വന്നിട്ട് 15 ആട്ടോ. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇന്നലെ രാത്രി ഓർഡർ ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബ്രൗണി കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നാട്ടിൽ കിട്ടും, പക്ഷേ ഈ ഒരു കമ്പനി അല്ല തോന്നുന്നു, നാട്ടിൽ വേറെ എന്തോ ആണ്. അപ്പോൾ ഞാൻ അതൊരു 4 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റിൽ 3 എണ്ണമായിട്ടാട്ടോ വരാം. അങ്ങനെ ഞാൻ 12 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എനിക്കത് മറ്റേ ബോക്സിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി, പക്ഷേ എനിക്ക് ആ ബോക്സും കൂടെ വേണം വെച്ചിട്ട് ഞാൻ ആ ബോക്സോടുകൂടെ ഞാൻ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി ഇതിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇടാനില്ല. ഇതിലിനിയിപ്പം ഇടാൻ വേണ്ടിയിട്ട് വെള്ളക്കുപ്പി മാത്രം. പിന്നെ ഞാൻ ഈ സ്പ്രേ എടുക്കാൻ മറന്നുപോയി, ഞാൻ അപ്പം ഇല്ലത് നാട്ടിലാട്ടോ. പിന്നെ ബാഗ് നോക്കുമ്പോഴാണ് സ്പ്രേ ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പം ഞാൻ അതവിടെ മറന്നുപോയിട്ടാണ്. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു. എൻ്റെ ബാഗിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഇട്ടോ, ഫ്രണ്ടിൽ സിബ് അടയില്ല. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പം ഞാൻ നോക്കുക വെയിറ്റ് ഉണ്ടോ നോക്കുകയാണ്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു, അധികമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോ കിട്ടണം. അപ്പോൾ എനിക്ക് ഏതാണെന്നൊന്നും അറിയില്ല, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. എൻ്റെ ഒരു ഇതിലെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നേക്ക് വരെ ബൈ.